ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എൻ്റെ ജോലി. അപ്പോൾ അവിടെ എന്തൊരു ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഇത്ര പഴയ ട്രെയിനാണ്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്താറായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതാണോ ട്രെയിന്? ഇത് പഴയ കാലത്ത് ഏതൊരു ഉണക്ക ട്രെയിനാണല്ലോ. എനിക്കറിയില്ല. ഞാൻ ബോസിനെ വിളിച്ച് എന്തായാലും ചോദിക്കട്ടെ. ഇതെന്തായാലും ഒരു രസമില്ലാണ്. ബോസ്, ഇതെന്താ ഇങ്ങനെ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാ മോനെ, ഇതിനൊരു വലിയ കഥയാ. ഓക്കെ, ആ വലിയ കഥ ഇപ്പൊ പറഞ്ഞുതരും കേട്ടോ ഗൈസ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ? മോനെ ഇൻട്രസ്റ്റിംഗ് അല്ലാണ്ട് പിന്നെ ഇതണ്ടാ, ഈ ട്രെയിന് പേര് തോമസ് ട്രെയിൻ. ഓക്കെ, മനസ്സിലായി ബോസ്. ഇനി എപ്പോഴാ ഇതിന്റെ കഥ പറയാ? ഇപ്പൊ പറയാ. ഇത് പണ്ടത്തെ, ഞാൻ പറയട്ടെ, പണ്ട് ഫസ്റ്റത്തെ ട്രെയിനായിരുന്നു ഈ തോമസ് ട്രെയിൻ. ഇതിന് ഒരു ബ്ലാക്ക് കളർ കല്ലില്ലേ, അതും വെച്ചിട്ടാണ് ഇത് ഓടുക. ഇതിന് എഞ്ചിനൊന്നുമില്ല പണ്ട്. സോ ഇതാണെങ്കിൽ ഇതിന് ഒരു കള്ളിയും ഇല്ല. പിന്നെ അതിൻ്റെ 2 കള്ളി വെച്ചു. പിന്നെ അതിന് സ്പീഡ് നോക്കുമ്പോൾ അതിന് സ്പീഡില്ല, കുറച്ച് സ്പീഡുള്ളൂ. പക്ഷെ അന്നൊക്കെ ഇത് നല്ല സ്പീഡാണ്. പക്ഷെ പിന്നെയാണ് ഇപ്പൊ നമ്മുടെ ആ ട്രെയിൻ വന്നത്. പിന്നെ ഒരു ദിവസം ഏത് സ്പീഡിന്ന് കണ്ടുപിടിക്കാൻ രണ്ടും വെച്ചൊരു റേസ് നടത്തി. പിന്നെ റേസ് നടത്തുന്ന സമയത്ത് അവൻ ഫസ്റ്റ് പോയപ്പോൾ ഈ ട്രെയിനാണ് നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയി. പിന്നെ ആ സാധനത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇട്ടു. ആ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കണ്ടിട്ട് തോമസിന് നല്ല വിഷമമായി. പിന്നെ രാത്രിയും പകലും മഴയുള്ള സമയത്തും അപ്പോഴൊക്കെ അവനങ്ങനെയായി. പിന്നെ അവന് അവിടെ തന്നെ ഇപ്പൊ കാണുന്ന പോലെ അവനെല്ലാം ഇതായി. അപ്പൊ അതാലേ പാവം തോമസ്. പാവം. ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിനെ ക്ലീൻ ചെയ്തെടുത്താലും അന്നത്തെ പോലെ നമുക്ക് ഇതാക്കി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാനേ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ബീച്ച് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിൽ പോയി വെള്ളം എടുക്കാം. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ഓൾറെഡി ബക്കറ്റ് ഉണ്ട്. ഇപ്പം ഇടിച്ചതൊന്നും കാര്യമാക്കണ്ട കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ ബക്കറ്റ് ഉണ്ട്. സോ ഇപ്പം എൻ്റെ കയ്യിൽ ബക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ അത് വെച്ചിട്ട് ഇപ്പം എന്തായാലും വെള്ളം എടുക്കാം. ഓക്കെ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനി വെള്ളം എടുക്കട്ടെ. ഓക്കെ, ഇത് ആവശ്യത്തിന് വെള്ളമായി തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയത് തുടയ്ക്കാം. ഇതെന്ത് കഥയായിരുന്നു, പാവം തോമസ് ട്രെയിൻ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഓക്കെ, ടയറ് ഇതൊക്കെ ക്ലീൻ ചെയ്യാം. പാവം തോമസ് ട്രെയിൻ. എന്നാലും തോമസ് ട്രെയിൻ എന്തിനാണ്? ഒരു അടിപൊളി വണ്ടിയായിരുന്നു, നല്ല കളർഫുൾ വണ്ടി. അതിനാരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? പക്ഷെ സ്പീഡ് ഉണ്ട് പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഇതാണ് ഇഷ്ടം. പക്ഷെ സ്പീഡിലെ ആ ട്രെയിനാണ് എനിക്കിഷ്ടം. പക്ഷെ എന്നാലും ഇതിൻ്റെ ഭംഗി ഈ ട്രെയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല പുത്തൻ ട്രെയിൻ പോലെ ഉണ്ട്. കിഡ് സാധനം എന്നാ പറയാം. എന്നാലൊരു വലിയ ഇതായിരുന്നു. നല്ല കിഡ് സാധനം. ഇതിനാണോ? ഞാൻ വിചാരിച്ച അത്രയും കളറൊന്നും ഉണ്ടാവില്ലെന്ന്. എന്നാലും സൂപ്പർ. ഓക്കെ, സീൻ സാധനം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിനെ എൻജിൻ വെച്ച് കൊടുക്കാം. ഓക്കെ, അടിപൊളി ഗൈസ്. അപ്പം എൻ്റെ അപ്പൂപ്പൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലേക്കൊന്ന് തിരിച്ചു വരാൻ പറയും. സോറി, അപ്പൂപ്പനല്ല, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. സോ ഞാൻ ട്രെയിൻ കയറിയിട്ടാണ് പോണേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനിലൊരു പുതിയ കള്ളിയുണ്ട്. ആ കള്ളിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് എന്തായാലും പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബൈ മൈ ഡിയർ സിറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഇനി ഇതെന്താ സാധനം? ഇത് തോമസ് ട്രെയിൻ അല്ലേ? പോടാ. അയ്യോ,
അയ്യോ അത് പോയി. അയ്യോ എടാ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല തോമസ്. ഇതൊന്നും ഇങ്ങനെ. ഓ അയ്യോ